ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ എല്ലാവരും ഓട്ടൊക്കെ പോയി ചെയ്തില്ലേ? ഇതേനാ ഞാനും പോയി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറുതായിട്ട് ഒരു സോപ്പ് ബിസിനസ് തുടങ്ങാനായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട്, എന്തൊക്കെ പ്രോഡക്റ്റുകൾ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് നമുക്ക് വേണ്ടത് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ നിരത്തി വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിലുകളാണ് കേട്ടോ. കാണാൻ എന്തൊരു ഭംഗിയല്ലേ. അപ്പൊ ഇതെല്ലാം ഇത്രയല്ല കേട്ടോ, നമ്മുടെ ഒരുപാട് ഫ്രാഗ്രൻസുകൾ അവൈലബിൾ ആണ്. ഇത് അതിലെ കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നമുക്ക് റേറ്റും നമുക്ക് അധികം ഇല്ലാത്ത കുറെ സ്മെല്ലുകൾക്ക് നല്ല റേറ്റ് വരുന്നതുണ്ട്. പക്ഷെ ഈ സ്മെല്ലുകളൊന്നും അധികം റേറ്റ് വരുന്നതല്ല കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും ഫസ്റ്റ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇതുപോലൊരു സോപ്പ് ബേസ് ആണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ 3 ബേസ് ആണ് എടുത്തിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള 3 ബേസ് ആണ്: ഗ്ലിസറിൻ ബേസ്, ഷിയ ബട്ടർ ബേസ്, ഗോട്ട് മിൽക്ക് ബേസ്. ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് ബേസ് ഒന്നും വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്രയും ബേസ് ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് സോപ്പുകൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഗ്ലിസറിന്റെ ബേസ് മാത്രം ഉണ്ടായാൽ മതി നമുക്ക് വെറൈറ്റി സോപ്പുകൾ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബേസ് ആണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് ഫ്രാഗ്രൻസ് ഓയിലുകൾ. നമുക്ക് സോപ്പിന് നല്ല സ്മെല്ല് വേണ്ടേ, അതിനായിട്ടുള്ളതാണ് ഫ്രാഗ്രൻസ് ഓയിലുകൾ കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ ഓരോ ഫ്രാഗ്രൻസുകളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് മോൾഡുകളാണ് കേട്ടോ. മോൾഡുകൾ ഞാൻ എല്ലാ മോൾഡും ഇവിടെ എടുത്തിട്ടില്ല. ഉള്ളതിൽ കുറച്ച് റേറ്റ് കുറവിന്റെ ഐറ്റംസ് മാത്രമാണ് കേട്ടോ. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് മോൾഡൊന്നും നമുക്ക് മേടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നല്ല ഭംഗിയുള്ളതില് കുറച്ച് മോൾഡുകളാണ് കേട്ടോ. ഇതൊരു ഫ്ലവർ മോൾഡാണ്. ഇത് റെക്ടാങ്കിൾ ഷേപ്പിലുള്ള മോൾഡാണ്. ഇതിനൊന്നും വലിയ റേറ്റ് വരുന്നില്ല കേട്ടോ. അപ്പൊ ഇത് പിന്നെ വരുന്നതാണ് നമ്മുടെ വെയിറ്റ് മെഷീൻ. ഇത് മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. നമുക്ക് സോപ്പൊക്കെ വെയിറ്റ്, നമുക്ക് ബേസ് ഒക്കെ കട്ട് ചെയ്ത് വെയിറ്റ് നോക്കാനൊക്കെ ഇതുപോലൊരു വെയിറ്റ് മെഷീൻ ആവശ്യമാണ്. അപ്പൊ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വെയിറ്റ് മെഷീൻ. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു വെയിറ്റ് മെഷീൻ തന്നെ മതിയാവും കേട്ടോ. ഇത് കണ്ടില്ലേ, ചെറിയൊരു വെയിറ്റ് മെഷീൻ ആണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതെല്ലാം എക്സ്ട്രാക്റ്റുകളാണ് കേട്ടോ. ഇതിൽ നമുക്ക് അലോവേറ എക്സ്ട്രാക്ട്, അതുപോലെ തന്നെ നീമിന്റെ എക്സ്ട്രാക്ട്, എല്ലാ തരത്തിലുള്ള എക്സ്ട്രാക്റ്റുകൾ ഇതിലുണ്ട്. ഇപ്പൊ നമുക്ക് ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യണേക്കാട്ടും നല്ലത് എക്സ്ട്രാക്ട് വെച്ച് ചെയ്യുന്നതാണ്. നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് എക്സ്ട്രാക്റ്റുകളാണ് കേട്ടോ. ഇതെല്ലാം എക്സ്ട്രാക്റ്റുകളാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് പ്രിസർവേറ്റീവ് ആണ് കേട്ടോ. പ്രിസർവേറ്റീവ് നമ്മൾ സോപ്പിൽ ആഡ് ചെയ്യുന്നത് ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ സോപ്പിൽ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഫംഗസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുന്നവർ എന്തായാലും ഈ ഒരു ഐറ്റം മേടിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതിനധികം റേറ്റ് വരുന്നില്ല, പക്ഷെ നമുക്കിത് ആഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ സോപ്പിന് ഷെൽഫ് ലൈഫ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് കേട്ടോ. വെജിറ്റബിൾ ഗ്ലിസറിൻ നമ്മൾ സോപ്പിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് വൈറ്റമിനിയുടെ ഓയിലാണ് കേട്ടോ. കോൺസെൻട്രേറ്റഡ് വൈറ്റമിനി ഓയിലാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതെല്ലാം പൗഡേഴ്സ് ആണ് കേട്ടോ. ഇത് ചാർക്കോൾ പൗഡർ, ഇത് റെഡ് സാൻഡൽ പൗഡർ, നെക്സ്റ്റ് വന്നിട്ട് മുൾട്ടാണി മിട്ടിയുടെ പൗഡർ, ഇത് തുളസി പൗഡർ, റോസ് പെറ്റൽസിന്റെ പൗഡർ, പിന്നെ നമുക്കിത് അലോവേറ പൗഡർ, ഇത് മഞ്ചിഷ്ട പൗഡർ. ഈ പൗഡർ ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ് കേട്ടോ. ഇത്രയും പൗഡേഴ്സ് ആണ് നമുക്ക് സോപ്പിലേക്കുള്ളത് വരുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാക്റ്റുകൾ നോക്കി, സ്മെല്ല് നോക്കി, നമുക്കിത് റബ്ബിങ് ആൽക്കഹോൾ ആണ് കേട്ടോ. അപ്പൊ റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോപ്പിന്റെ മുകളിലെ ബബിൾസ് ഒക്കെ പെട്ടെന്ന് മാറിപ്പോയി നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും കേട്ടോ നമ്മുടെ സോപ്പ്. നെക്സ്റ്റ് വരുന്നത് കളേഴ്സ് ആണ് കേട്ടോ. കോസ്മെറ്റിക് ഗ്രേഡിലുള്ളതാണ്. ഇത് നമുക്ക് സോപ്പിലേക്ക്, ഷാമ്പൂയിലേക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളറുകളാണ് കേട്ടോ. ഇതിൽ നമുക്കൊരു 9 കളറുകൾ ഉണ്ട് കേട്ടോ. ഓറഞ്ച്, റെഡ്, ബ്ലൂ, ലാവൻഡർ, യെല്ലോ, പിങ്ക്, അങ്ങനെ നമുക്ക് ഒരു 9 കളർ വരുന്നുണ്ട് കേട്ടോ ഇതില്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് സോപ്പ് പൊതിയാനുള്ള കവർ ആണ് കേട്ടോ. ഇത് ക്ലീൻ ഫിലിം ആണ്. ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കവേഴ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇതിലാക്കിയിട്ട് നമുക്ക് സീൽ ചെയ്തിട്ട് സോപ്പുകൾ കൊടുക്കാവുന്നതാണ്. നമുക്ക് സാധാരണ ഇതുപോലെ റാപ്പിംഗ് റോളിൽ റാപ്പ് ചെയ്തിട്ട് ഇതുപോലെ ട്രാൻസ്പെറന്റ് കവറിലാക്കി കൊടുക്കാം.
ഇനി കുറച്ചുകൂടെ നമുക്ക് ഗ്രാൻഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോക്സ് അവൈലബിൾ ആണ് കേട്ടോ. ബോക്സിൽ ഇട്ടിട്ടും കൊടുക്കാം. സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ സോപ്പൊക്കെ ഒരു മൂവിംഗ് ഒക്കെ ആയതിനു ശേഷം നമുക്ക് കവർ ബോക്സ് ഒക്കെ എടുത്തിട്ട് ചെയ്താൽ മതി. അതിൽ നമുക്ക് ലാബിലൊക്കെ ഒട്ടിച്ച് നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് ബോക്സുകൾ കാണാം കേട്ടോ. ഇപ്പൊ നമുക്ക് സോപ്പ് പാക്ക് ചെയ്തിട്ട് ബോക്സുകളിലാക്കണമെങ്കിൽ ആ ബോക്സുകളാണ് കേട്ടോ ഇത് നമുക്ക് സാധാ നോർമൽ ബോക്സ് ആണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ വരിക. പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലെ വിൻഡോ വരുന്ന ബോക്സ് ആണ് കേട്ടോ, വൈറ്റില്. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെയാണ്, ഇതുപോലത്തെ ഒരു ബോക്സ് ആണ് കേട്ടോ. ഇതെല്ലാം 100 ഗ്രാമിന്റെ സോപ്പുകൾ കൊള്ളുന്നതാണ്. ഇതിൽ നമുക്ക് റെക്ടാങ്കിൾ ഷേപ്പിലുള്ള സോപ്പുകളായിരിക്കും കുറച്ചുകൂടെ നമുക്ക് സെറ്റ് ആവുന്നത് കേട്ടോ. മറ്റേ റൗണ്ടിലുള്ളതൊക്കെ കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഇതില് ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. റെക്ടാങ്കിൾ ഷേപ്പിലുള്ളതിന് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും കേട്ടോ 100 ഗ്രാമിന്റെ. അപ്പൊ ചെറിയ രീതിയിൽ ഒരു സോപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണ്ട ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ. ഇതെല്ലാം തന്നെ ഈ ഫ്രാഗ്രൻസ് മൊത്തമായിട്ടൊന്നും വേണ്ട. ഞാനിപ്പോ ഇത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഫ്രാഗ്രൻസുകൾ നിങ്ങൾക്ക് കാണിച്ചു എന്നുള്ളൂ. ഇത് നമുക്കൊരു 100 റുപ്പീസ് അതുപോലെ തന്നെ 150 റുപ്പീസിന്റെ ഒക്കെ ഉള്ളിലുള്ള ഫ്രാഗ്രൻസുകളാണ് കേട്ടോ. നമുക്ക് 70 റുപ്പീസ് തൊട്ടിട്ട് ഫ്രാഗ്രൻസ് ഓയിലുകൾ ഉണ്ട്. ഇതെല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ സ്മെല്ലില്ലെങ്കിൽ നമ്മുടെ സോപ്പിന് യാതൊരു കാര്യമില്ല. നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ല് തന്നെ അവർക്ക് വേണം കേട്ടോ. അതുപോലെ തന്നെ സോപ്പ് ബേസിന്റെ ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ബേസിൽ കൊടുത്താലാണ് നമുക്ക് പിന്നീടും സെയിൽ വരുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ യാതൊരു കോംപ്രമൈസിനും ഇല്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളും ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ചെറിയ രീതിയിൽ ഒരു സോപ്പ് മേക്കിംഗ് ബിസിനസ് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ വെയിറ്റ് മെഷീൻ, അതുപോലെ തന്നെ സോപ്പ് ബേസ്, ഏതെങ്കിലും സ്മെല്ല്, ഒരു കുപ്പി വെജിറ്റബിൾ ഗ്ലിസറിൻ, ഒരു കുപ്പി നമുക്ക് പ്രിസർവേറ്റീവ്, ക്ലീൻ ഫിലിം, ടീ കവറ്, മോൾഡ്, പിന്നെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പൗഡേഴ്സ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അത് കുറച്ച്, അത്രയും ഐറ്റംസ് മാത്രം മതി. പിന്നെ സോപ്പ് ബേസ് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിസറിന്റെ ബേസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഗോട്ട് മിൽക്കിന്റെ വേണമെങ്കിൽ ഗോട്ട് മിൽക്കിന്റെ ചെയ്യാം, ഷിയാ ബട്ടറിന്റെ വേണമെങ്കിൽ ഷിയാ ബട്ടറിന്റെ ചെയ്യാം. പക്ഷെ ഈ ബേസുകൾ മാത്രമല്ല കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് ബേസുകളുണ്ട്. ഇനി നമുക്ക് വരുന്നത് പപ്പായ ബേസ് ഉണ്ട്, അലോവേറ ബേസ് ഉണ്ട്, ഹണി ബേസ് ഉണ്ട്, ചാർക്കോൾ ബേസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബേസസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഓരോന്നിന്റെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. സെയിം ഐറ്റംസ് ആണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇതിൽ ഏതൊക്കെ ഫ്രാഗ്രൻസുകളാണ്, ഏതൊക്കെ കളേഴ്സ് ആണെന്നൊക്കെ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിന്റെ ഡീറ്റെയിൽസും അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ട് വെച്ചെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 10 മുതൽ നമുക്കൊരു 6:30 വരെ ആയിരിക്കും കേട്ടോ കോൾ ചെയ്യാനുള്ള ടൈം. അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് കോളുകൾ കണക്ട് ആവുന്നതായിരിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് കോൾ ചെയ്താലും അപ്പൊ നമുക്ക് എടുക്കാനായിട്ട് സ്റ്റാഫുകൾ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വിളിക്കേണ്ട സമയം എന്തായാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ പാരടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഇതിന്റെ എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് വന്ന് മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ലൊക്കേഷനൊക്കെ വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ആർക്കെങ്കിലും സോപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. മെറ്റീരിയൽസ് എല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇത് നമ്മൾ സോപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലൈസൻസ് ഒക്കെ വേണം. അപ്പൊ ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ നല്ല പ്രോഡക്റ്റുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറെ പേര് നമ്മളോട് പറയാറുണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മാർഗം പറഞ്ഞു തരുമെന്നുള്ളത്. അപ്പൊ ചെറിയൊരു നമുക്ക് വരുമാനം കിട്ടാനുള്ള മാർഗമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലെ ക്ലീനിങ് പ്രോഡക്റ്റുകളുടെ മേക്കിംഗ് കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ.
അപ്പൊ ഇത് നമ്മുടെ സോപ്പ് ബിസിനസിന്റെയാണ് ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. ഇത് നമ്മുടെ കയ്യിലെ സോപ്പിന്റെ മെറ്റീരിയൽസ് മാത്രമല്ല കേട്ടോ, ഷാംപൂ, ഫേസ് വാഷ്, അതുപോലെ തന്നെ ലിപ് ബാം, ക്രീമിന്റെ ബേസ്, ഷവർ ജെൽ ബേസ്, എല്ലാ ബേസുകളും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സോപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നിങ്ങൾക്ക് മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് ഇനി ഫ്രാഗ്രൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇതിൽ ഞാനിപ്പോ കുറെ ഫ്രാഗ്രൻസുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കണ്ടില്ല, ഇതെല്ലാം ഫ്രാഗ്രൻസ് ഓയിലുകളാണ്. 1-2 ഫ്രാഗ്രൻസ് ഒന്നല്ല നമ്മുടെ ഉള്ളത്, ഒരു 100ഓളം ഫ്രാഗ്രൻസ് ഓയിലുകൾ ഉണ്ട്. പല വെറൈറ്റി സ്മെല്ലുകളുള്ള ഫ്രാഗ്രൻസ് ഓയിലുകളാണ്. നമുക്ക് 70 രൂപ തൊട്ടിട്ടാണ് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ സോപ്പ് ബേസുകള്, എക്സ്ട്രാക്റ്റുകള് എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ വേണ്ടവരാണെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്തിട്ട് വരുമാനമായിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. നല്ല യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി കാണാം. ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.